വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് 2.0. നമ്മൾ ഐ ടിയുടെ പോർഷൻസ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി നോക്കുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് ആൻഡ് ഡിസ്കഷനാണ്. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ 2018 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യനും അനുബന്ധ കാര്യങ്ങളുമാണ്. നമുക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം 2018 ആണ്. ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ 2018 ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഈസ് എ വോളറ്റൈൽ മെമ്മറി എന്നാണ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ വോളറ്റൈൽ മെമ്മറി. ഓപ്ഷൻ എ SRAM, ഓപ്ഷൻ ബി DRAM, option C both A and B, option D none of this. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഈസ് എ വോളറ്റൈൽ മെമ്മറി. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചൊരു ടോപ്പിക്കാണ് മെമ്മറി ഡിവൈസുകൾ. മെമ്മറി ഡിവൈസിൽ നമ്മൾ പഠിച്ചൊരു കാറ്റഗറി തന്നെയാണ് പ്രൈമറി മെമ്മറി ഡിവൈസുകളും സെക്കൻഡറി മെമ്മറി ഡിവൈസുകളും. ഈ പ്രൈമറി മെമ്മറി ഡിവൈസുകളിൽ നമ്മൾ പ്രധാനപ്പെട്ട 2 ഡിവൈസുകൾ പരിചയപ്പെട്ടായിരുന്നു. ആദ്യത്തെ ഡിവൈസാണ് നമ്മുടെ റാം എന്ന് പറയും, റാൻഡം ആക്സസ് മെമ്മറി. രണ്ടാമത്തെ ഡിവൈസാണ് റോം എന്ന് പറയും, റീഡ് ഒൺലി മെമ്മറി. റാമുമുണ്ട്, റോമുമുണ്ട്, റാൻഡം ആക്സസ് മെമ്മറിയും റീഡ് ഒൺലി മെമ്മറിയും. പ്രൈമറി മെമ്മറിയുടെ കൂട്ടത്തിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമാണ്, മെമ്മറികളിൽ ഒരെണ്ണം മാത്രമാണ് താൽക്കാലികം. അതിന് നമുക്ക് താൽക്കാലിക മെമ്മറിയൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ ടൈമിൽ വോളറ്റൈൽ മെമ്മറികൾ എന്ന് വിളിക്കും. അപ്പോൾ നമ്മുടെ ഇവർ ചോദിച്ചിട്ടുള്ളത് ഇതിലേതാണ് വോളറ്റൈൽ എന്നാണ്. SRAM ആണോ താൽക്കാലികം, DRAM ആണോ താൽക്കാലികം? രണ്ടും താൽക്കാലികമാണ്, രണ്ടും അല്ല എന്നാണ് അവർ പറയുന്ന, ഈ ഓപ്ഷൻ ഒന്നുമല്ല എന്നാണ് അവർ പറയുന്ന ഓപ്ഷനുകൾ. നമുക്കറിയാം റാമിൻ്റെ തന്നെ മറ്റൊരു വേർഷനാണ് SRAM എന്ന് പറയും. SRAMൻ്റെ പൂർണ്ണരൂപം സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി. സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി. നമുക്കറിയാം DRAMൻ്റെ പൂർണ്ണരൂപം ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. SRAM stands for Static Random Access Memory എന്നാണ്. DRAM stands for Dynamic Random Access Memory ആണ്. നമ്മൾ പഠിച്ച സമയത്ത് പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമാണ്, റാമിൽ ശേഖരിക്കുന്ന വിവരങ്ങൾ താൽക്കാലികമാണ്, നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഇരിക്കില്ല. കമ്പ്യൂട്ടർ ഓഫായാലും റാമിലെ വിവരങ്ങൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതുകൊണ്ട് റാം ഒരു താൽക്കാലികമല്ലെങ്കിൽ അവയ്ക്ക് പറയുന്ന പേര് വോളറ്റൈൽ മെമ്മറി എന്നാണ്. സോ ഈ റാമിൻ്റെ 2 ഡിവിഷൻസ് ആണ് SRAMും DRAMും, സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. ഞാൻ പറഞ്ഞ കാര്യമാണ്, SRAM ആയിക്കൊണ്ട് പോട്ടെ DRAM ആയിക്കൊണ്ട് പോട്ടെ, രണ്ടും റാമുകൾ തന്നെയാണ്, രണ്ടും താൽക്കാലികം തന്നെയാണ്. അപ്പം SRAM താൽക്കാലികം ആണ്, DRAMും താൽക്കാലികമാണ്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ വരുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ബോത്ത് A ആൻഡ് B എന്നാണ്. SRAMും താൽക്കാലികമാണ്, DRAMും താൽക്കാലികമാണ്. ഏതാണ് വോളറ്റൈൽ മെമ്മറി എന്ന് ചോദിച്ചാൽ ബോത്ത് SRAM ആൻഡ് DRAM ആർ വോളറ്റൈൽ. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ C, A ആൻഡ് B. ഓക്കെ, നന്നായിട്ട് ഓർത്തിരിക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കയറാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The protocol used in World Wide Web WWW ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. PPP ഓപ്ഷൻ A, FTP ഓപ്ഷൻ B, IP ഓപ്ഷൻ C, HTTP ഓപ്ഷൻ D. ഏതാണ് WWW ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എന്നാണ് ക്വസ്റ്റ്യൻ. പോയിന്റ് ടു പോയിന്റ് പ്രോട്ടോകോൾ PPP ഉണ്ട്, ഫയൽ ട്രാൻസ്ഫറിംഗ് പ്രോട്ടോകോൾ FTP ഉണ്ട്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ IP ഉണ്ട്, HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഉണ്ട്. നമ്മൾ സാധാരണ വെബ് അഡ്രസ്സ് എഴുതുന്ന സമയത്ത് http.www.google.com
gmail.com ഇങ്ങനെയൊക്കെ എഴുതുക. സോ നമ്മൾ വെബ്സൈറ്റ് അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. www അല്ലെങ്കിൽ വെബ്സൈറ്റ് അക്സസ് ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് HTTP എന്ന് പറയുന്ന പ്രോട്ടോകോളാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. അപ്പോൾ നമ്മുടെ www അല്ലെങ്കിൽ വെബ്സൈറ്റുകളിൽ അക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ HTTP എന്ന് എഴുതുക. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. അപ്പം ഏതാണ് www അല്ലെങ്കിൽ വെബ്സൈറ്റ് അക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എന്ന് ചോദിച്ചാൽ HTTP എന്ന് എഴുതുക. HTTPയുടെ പൂർണ്ണരൂപം ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. HTTPയുടെ പൂർണ്ണരൂപം ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഒരു HTTPS എന്നൊരു പ്രോട്ടോകോൾ ഉണ്ട്. HTTPS സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതെന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ HTTPSലെ എസ് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എസ് ഫോർ സെക്യൂർ എന്നാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുണ്ട് സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ചോദിച്ചാൽ HTTP ഓപ്ഷനിൽ കാണും, എടുക്കരുത്. HTTPS എടുക്കണം. ഓക്കെ, അപ്പോൾ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ചോദിച്ചാൽ HTTPS എന്ന് എഴുതുക. അതുപോലെ തന്നെ FTP ഉണ്ട്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയും. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അടുത്തത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്, അബ്രിവേഷൻ ചോദിച്ചിട്ടുണ്ട്. SNTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയും. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നെക്സ്റ്റ് വൺ ഈസ് ഒന്നും കൂടെ അങ്ങ് പഠിച്ചു വയ്ക്കുക. POP, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്ന് പറയും. പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. ഓക്കെ, മാറിപ്പോല്ലേ. അപ്പോൾ നമ്മുടെ www അക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. HTTP സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTPS സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. FTP സ്റ്റാൻഡ്സ് ഫോർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. SNTP സ്റ്റാൻഡ്സ് ഫോർ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. മെയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എന്ന് ചോദിച്ചാൽ SNTP എന്ന് എഴുതുക. മെയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് SNTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയും. എന്നാൽ മെയിൽ റിസീവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് POP, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്ന് പറയും. അതിൻ്റെ വേർഷൻ 3 എന്ന് കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, www ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതെന്ന് ചോദിച്ചാൽ HTTP പ്രോട്ടോകോൾ ആണ്. HTTP സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ എന്നാണ്. HTTPSന്റെ പ്രത്യേകത സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് HTTPS. FTPയുടെ പൂർണ്ണരൂപം ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. മെയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് SNTP. SNTPയുടെ പൂർണ്ണരൂപം സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. POP സ്റ്റാൻഡ്സ് ഫോർ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ ആണ്. അവിടെ ഉപയോഗിക്കുന്ന വേർഷൻ ചോദിച്ചാൽ 3 എന്ന് എഴുതുക. നമുക്കിവിടെ TCPയുടെ പൂർണ്ണരൂപം കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോളാം. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്നാണ്. ഞാൻ അബ്രിവേഷൻ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ എന്ന് പറയും. പ്രോട്ടോകോളിൽ വേറൊന്നും തൽക്കാലം പഠിക്കേണ്ട. ചോദിക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു അബ്രിവേഷനെ ചോദിക്കുകയുള്ളൂ. HTTP സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. HTTPS സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ. FTP സ്റ്റാൻഡ്സ് ഫോർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. SNTP സ്റ്റാൻഡ്സ് ഫോർ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. POP സ്റ്റാൻഡ്സ് ഫോർ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ എന്നാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ദ പ്രോട്ടോകോൾ യൂസ്ഡ് ഇൻ www ആൻസർ ഈസ് HTTP അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് എഴുതുക. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കയറാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, IC ചിപ്സ് യൂസ്ഡ് ഇൻ വിച്ച് ജനറേഷൻ എന്നാണ്. IC ചിപ്പ് യൂസ്ഡ് ഇൻ വിച്ച് ജനറേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് തലമുറയിലാണ് IC ചിപ്പ് യൂസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് A വന്നിട്ട് സെക്കൻഡ് ജനറേഷൻ എന്നായിരുന്നു. B വന്നിട്ട് തേർഡ് ജനറേഷൻ എന്നായിരുന്നു. C വന്നിട്ട് ഫോർത്ത് ജനറേഷൻ എന്നായിരുന്നു. D നൺ ഓഫ് ദിസ്. നമുക്കറിയാം IC ചിപ്സ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഏത് തലമുറയിലാണ് ഉപയോഗിച്ചതെന്ന്. IC ചിപ്സ് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഏത് തലമുറ എന്ന് ചോദിച്ചാൽ
മൂന്നാം തലമുറ അല്ലെങ്കിൽ തേർഡ് ജനറേഷനിലാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഒന്നാം തലമുറ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യമാണ് ഒന്നാം തലമുറയിൽ ഉപയോഗിച്ചത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാക്വം ട്യൂബ്സ് ആണ് ഒന്നാം തലമുറയിൽ ഉപയോഗിച്ചത്. രണ്ടാം തലമുറയിൽ ഉപയോഗിച്ചത് ട്രാൻസിസ്റ്ററുകളാണ് രണ്ടാം തലമുറയിൽ ഉപയോഗിച്ചത്. മൂന്നാം തലമുറയാണ് IC ചിപ്സ്. നാലാം തലമുറയിൽ ഉപയോഗിച്ചത് മൈക്രോ പ്രോസസ്സർ. അഞ്ചാം തലമുറയിൽ ഉപയോഗിച്ചത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അപ്പം ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് IC ചിപ്സ് ഏത് തലമുറയിലാണ് ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ മൂന്നാം തലമുറ എന്ന് എഴുതുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. മൈക്രോസോഫ്റ്റ് PowerPoint ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് PPT എന്തിന് ഉദാഹരണം എന്നാണ് ചോദിച്ചത്. ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓപ്ഷൻ എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS, B displaying device, C system software, D application software. ക്വസ്റ്റ്യൻ ഇതാണ്. മൈക്രോസോഫ്റ്റ് PowerPoint എന്തിന് എക്സാമ്പിൾ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ, ഡിസ്പ്ലേ ഡിവൈസ് ആണോ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നാണോ ക്വസ്റ്റ്യൻ. നമുക്കറിയാം നമ്മളൊരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ. നമ്മൾ സോഫ്റ്റ്വെയറുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. സിസ്റ്റം സോഫ്റ്റ്വെയർ എസെൻഷ്യൽ ഫോർ സിസ്റ്റമാണ്. കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ളതാണ് സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ. ബൂട്ടിംഗ് പോലത്തെ പ്രോസസ്സിംഗ് നടക്കണമെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ അനിവാര്യമാണ്. എന്നാൽ ഒരു സ്പെഷ്യൽ പർപ്പസ് ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയും. നമുക്ക് മൈക്രോസോഫ്റ്റ് PowerPoint കമ്പ്യൂട്ടറിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ അതൊരു പർട്ടിക്കുലർ ടാസ്കിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. മൈക്രോസോഫ്റ്റ് PowerPoint എന്തിന് എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇപ്പം നമുക്കിവിടെ എക്സാമ്പിളായിട്ട് വേഡ് തരാം. വേഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. എക്സൽ തരാം. എക്സൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. DBMS തരാം. DBMS ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ഇമേജ് എഡിറ്റിംഗ് ആണ് നമ്മുടെ പറയുന്ന ജിംബ് തരാം. ഇതെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇമേജ് എഡിറ്റേഴ്സ് തരാം. ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമ്മുടെ കമ്പ്യൂട്ടറിന് എസെൻഷ്യൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന നമ്മുടെ കമ്പ്യൂട്ടറിന് അത്ര എസെൻഷ്യൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് PowerPoint. നമ്മുടെ മൈക്രോസോഫ്റ്റ് PowerPoint ഏതുതരം സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചാൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് എഴുതുക. ഇപ്പോൾ ബൈ ചാൻസ് അവർ ചോദിച്ചിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്ന് ചോദിക്കാറുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതുതരം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ ഒരു കൺഫ്യൂഷനും വേണ്ട. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾക്ക് അനിവാര്യമാണ്, എസെൻഷ്യൽ ആണ്. അത് ഏതിന് എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. എന്നാൽ നമ്മുടെ PowerPoint എന്ന് പറയുന്നത് ഏതുതരം സോഫ്റ്റ്വെയർ എന്ന് ചോദിച്ചാൽ സിസ്റ്റം സോഫ്റ്റ്വെയറുമല്ല, ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമല്ല, ഡിസ്പ്ലേയിങ് ഡിവൈസുമല്ല. ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓപ്ഷൻ D ഈസ് ദ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കയറാം. നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു അബ്രിവേഷൻ ആയിരുന്നു. GUI. ഇവിടെ ഓപ്ഷൻസ് എന്ന് നമുക്ക് വേണ്ട, നമ്മൾ അബ്രിവേഷൻസിൽ പഠിച്ചിട്ടുണ്ട്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നാണ്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. GUI സ്റ്റാൻഡ്സ് ഫോർ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നാണ്. ഗ്രാഫിക്കൽ യൂസേഴ്സ് ഇൻ്റർഫേസിങ്, ഗ്രാഫിക്സ് യൂസർ ഇൻ്റർഫേസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഓപ്ഷൻ കിടന്നത്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നാണ് ഇതിൻ്റെ അബ്രിവേഷൻ. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു 3-4 കൂടെ അങ്ങ് പഠിച്ചു വയ്ക്കുക. നമ്മൾ പഠിച്ചതാണ് HTML ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്.
ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയും. ഒക്കെ പിന്നെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു അബ്രിവേഷനാണ് OMR, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. USB റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അബ്രിവേഷൻ തന്നിട്ടില്ല. യൂണിവേഴ്സൽ സീരിയൽ ബസ്. Graphical User Interface GUI, HTML, Hypertext Markup Language, OMR, Optical Mark Reader, USB, Universal Serial Bus. ഇത് അബ്രിവേഷനിൽ മിക്കതും തന്നതാണ്. ഒന്നും കൂടെ പഠിച്ചു വെക്കുക. ബാക്കിയെല്ലാം നമ്മുടെ നോട്ട്ബുക്കിലുള്ളതാണ്. GUI, Graphical User Interface, HTML, Hypertext Markup Language, OMR, Optical Mark Reader, USB, Universal Serial Bus. നമുക്കിവിടെ പ്രധാനമായിട്ട് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള മറ്റൊരു അബ്രിവേഷൻ നമ്മുടെ നോട്ടിലുണ്ട്. ENIAC ആണ്. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ENIAC stands for Electronic Numerical Integrator and Calculator എന്നാണ്. അപ്പോൾ GUI stands for Graphical User Interface എന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് ചോദിച്ച അബ്രിവേഷൻ GUI ആണ്. HTML, OMR, USB, ENIAC എല്ലാം നമ്മുടെ ഇതിൽ USB മാത്രം നോട്ടിൽ തന്നിട്ടില്ല. HTMLും OMRും ENIAC ഒക്കെ നോട്ടിലുള്ള കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോഴും ഒരു അബ്രിവേഷൻ ഉറപ്പായിട്ട് കിട്ടും. നന്നായിട്ട് പഠിച്ചു വെച്ചോളാം. നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കയറാം. നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ കമ്പ്യൂട്ടേഴ്സ് arithmetic operations are performed by. ഏത് ഭാഗത്താണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ CPU, ഓപ്ഷൻ ബി ALU, ഓപ്ഷൻ സി പ്രൈമറി മെമ്മറി, ഓപ്ഷൻ ഡി വന്നിട്ട് മെമ്മറി യൂണിറ്റ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന ഏത് ഭാഗത്തെന്നാണ് ക്വസ്റ്റ്യൻ. CPU സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിലാണോ, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിലാണോ, പ്രൈമറി മെമ്മറിയിലാണോ, മെമ്മറി യൂണിറ്റിലാണോ എന്നാണ്. CPU പ്രോസസ്സിംഗ് നടക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇസ് എൻ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. CPUവിനെ വിളിക്കുന്ന പേര് ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് തന്നെയാണ്. സോ അതൊക്കെ നമുക്ക് അറിയാം. CPU ഇസ് നോൺ ആസ് ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. അരിത്തമെട്രിക് ഓപ്പറേഷൻസ് എവിടെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ALU എന്ന് എഴുതുക. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്നാണ് പൂർണ്ണരൂപം തന്നെ. അപ്പം അരിത്തമെറ്റിക് ഓപ്പറേഷൻ കമ്പ്യൂട്ടറിൽ പെർഫോം ചെയ്യുന്നത് ALUയിലാണ്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്. ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസ് ഓപ്ഷൻ ബി ALU. പ്രൈമറി മെമ്മറിയിൽ ഓപ്പറേഷൻസ് ഒന്നും ചെയ്യില്ല. അവിടെ സ്റ്റോറിംഗ് ആണ് നടക്കുന്നത്. പ്രൈമറി മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് റാം റോമൊക്കെ അറിയാം. മെമ്മറി യൂണിറ്റിലും മെമ്മറി മാനേജ്മെൻ്റ് ആണ് നടക്കുന്നത്. അവിടെയും ഇങ്ങനത്തുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഏത് ഭാഗത്താണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ALU എന്ന് എഴുതുക. ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഓപ്ഷൻ ബി ഈസ് ALU ഈസ് ദ ആൻസർ. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകും. നമ്മുടെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ബിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ബിങ് എന്താണെന്ന് നമുക്കറിയാം. ബിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്. ഫസ്റ്റ് ഈസ് വെബ്സൈറ്റ്. സെക്കൻഡ് ഓപ്ഷൻ ഇതാണ് ബിസിനസ് സോഫ്റ്റ്വെയർ. തേർഡ് ഓപ്ഷൻ ഇതാണ് സെർച്ച് എഞ്ചിൻ. ഓപ്ഷൻ ഡി ഇതാണ് സോഷ്യൽ മീഡിയ. നമുക്കറിയാം, നമ്മൾ സോഫ്റ്റ്വെയർസിൻ്റെ കൂട്ടത്തിൽ പഠിച്ചതാണ് ഇൻ്റർനെറ്റിൽ സെർച്ച് എഞ്ചിൻ ആൻഡ് വെബ് ബ്രൗസർ. അപ്പം അവിടെ വരുന്നൊരു കാറ്റഗറിയാണ് ബിങ്. ബിങ് എന്താണ് എന്ന് ചോദിച്ചാൽ ബിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെർച്ച് എഞ്ചിൻ എന്ന് എഴുതുക. ഓക്കെ, ബിങ് ഈസ് ഏതിന് ഉദാഹരണം എന്ന് ചോദിച്ചാൽ സെർച്ച് എഞ്ചിന് ഉദാഹരണമാണ്. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ചതാണ്. ആർക്കി ആണ് ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ. ഗുരുജി ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ.
ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആർക്കി ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഗുരുജി ആണ്. ഏറ്റവും കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനാണ്. ഉപയോഗത്തിൻ്റെ സ്ഥാനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സെർച്ച് എഞ്ചിനാണ് യാഹു. യാഹു ഇപ്പോൾ യാഹു എന്നല്ല അറിയപ്പെടുന്നത്, ആൾട്ടാബ എന്ന് അറിയപ്പെടും. അപ്പം ലോകത്തിലെ തന്നെ ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ആർക്കി. ഇന്ത്യയുടെ ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ഗുരുജി. നമ്മൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ആണ്. ഉപയോഗത്തിലെ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആൾട്ടാബയാണ് യാഹു. നമുക്ക് ബിങ് എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനാണ്. അതിന് പുറമെ ബെയ്ഡോ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനാണ്. ഡക്ക് ഗോ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനാണ്. AOL സെർച്ച് എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനാണ്. chacha.com എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനാണ്. ബെയ്ഡോ, ഡക്ക്, AOL സെർച്ച്, chacha.com, ask.com എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനാണ്. ഇത്രയാണ് പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിൻസ്. അപ്പോൾ ബിങ് എന്തിന് എക്സാമ്പിൾ എന്നാണ് ക്വസ്റ്റ്യൻ. വെബ്സൈറ്റ് അല്ല, ബിസിനസ് സോഫ്റ്റ്വെയറുമല്ല, സോഷ്യൽ മീഡിയയുമല്ല. ബിങ് സെർച്ച് എഞ്ചിൻ എന്ന് അറിഞ്ഞിരിക്കുക. ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആർക്കി. ഇന്ത്യയുടെ ആദ്യത്തേത് ഗുരുജി. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗൂഗിൾ. ഉപയോഗത്തിൽ 2ാം സ്ഥാനം ആൾട്ടാബ അല്ലെങ്കിൽ യാഹു. ബെയ്ഡോ സെർച്ച് എഞ്ചിനാണ്. ഡക്ക് ഗോ സെർച്ച് എഞ്ചിനാണ്. AOL സെർച്ച് എഞ്ചിനാണ്. chacha.com സെർച്ച് എഞ്ചിനാണ്. ask.comഉം സെർച്ച് എഞ്ചിൻ തന്നെയാണ്. ഇത്രയാണ് നമുക്ക് സെർച്ച് എഞ്ചിനുമായി ബന്ധപ്പെട്ട് ചോദിക്കാറ്. നമുക്ക് ഇതുപോലെ തന്നെ വെബ് ബ്രൗസറും ചോദിക്കാം. അപ്പോൾ മാറിപ്പോരുത്. ഈ ബിങ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറി എന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് ബിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സെർച്ച് എഞ്ചിൻ എന്ന് എഴുതുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വെബ്സൈറ്റ് ഈസ് ആൻ കളക്ഷൻ ഓഫ് എന്നാണ്. വെബ്സൈറ്റ് ഈസ് ആൻ കളക്ഷൻ ഓഫ് എന്നാണ്. ഓപ്ഷൻ എ വന്നിട്ട് വെബ് പേജസ്. ഓപ്ഷൻ ബി വന്നിട്ട് HTML പേജസ്. ഓപ്ഷൻ സി വന്നിട്ട് ബോത്ത് A and B. ഡി വന്നിട്ട് HTTP പേജസ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് എന്താണ്. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞ സമയത്ത് എടുത്തു പറഞ്ഞതാണ്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് വെബ് പേജുകളുടെ കൂട്ടത്തിന് പറയുന്ന പേര് ആണെങ്കിലും HTML പേജുകളുടെ ഈ ഓരോ വെബ് പേജുകളെ നമുക്ക് HTML പേജുകൾ എന്നുകൂടി വിളിക്കാം. അതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ കളക്ഷൻ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെബ് പേജുകൾ എന്നും പറയാം, HTML പേജുകൾ എന്നും പറയാം. ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസ് വെബ്സൈറ്റ് ഈസ് എൻ കളക്ഷൻ ഓഫ് വെബ് പേജസ് ഓർ HTML പേജസ് ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസ് ബോത്ത് A and B. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. വെബ് പേജുകളുടെ കൂട്ടത്തിനും വെബ്സൈറ്റ് എന്ന് പറയാറുണ്ട്. HTML പേജുകളുടെ കൂട്ടത്തിന് പറയുന്ന പേര് നമ്മുടെ വെബ്സൈറ്റ് എന്ന് തന്നെയാണ്. നമ്മൾ വെബ്സൈറ്റുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പേജുകൾക്ക് പറയുന്ന പേരാണ് വെബ് പേജുകൾ. വെബ് പേജുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് HTML ലാംഗ്വേജ്. നമുക്കറിയാം ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയും. ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വെബ് പേജുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളാണ്. ഓരോരോ വെബ് പേജുകളെയും നമുക്ക് HTML പേജുകൾ എന്നുകൂടി പറയാം. ഓരോരോ വെബ് പേജുകളെയും നമുക്ക് HTML പേജുകൾ എന്നുകൂടി പറയാം. അപ്പോൾ വെബ്സൈറ്റ് ഈസ് ആൻ കളക്ഷൻ ഓഫ് എന്ന് ചോദിച്ചാൽ വെബ് പേജുകളാണോ HTML പേജുകളോ ആണോ എന്ന് ചോദിച്ചാൽ വെബ് പേജുകളും വെബ്സൈറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ വെബ് പേജുകളുടെ കൂട്ടവും വെബ്സൈറ്റ് തന്നെയാണ്, HTML പേജുകളുടെ കൂട്ടവും വെബ്സൈറ്റ് തന്നെയാണ് എന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വെബ്സൈറ്റ് ഈസ് ആൻ കളക്ഷൻ ഓഫ് വെബ് പേജസ്, HTML പേജസ് രണ്ടും വരും. ബോത്ത് A and B ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സൈബർ ക്രൈം എന്നാണ്. സൈബർ ക്രൈം. ഓപ്ഷൻ എ IPR. ഓപ്ഷൻ ബി plagiarism. Option Z pornography. Option D all the above.
നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈംസ് എടുത്ത് പഠിച്ചായിരുന്നു. പക്ഷെ അവിടെ പഠിച്ച ക്രൈമിൻ്റെ കൂട്ടത്തിലൊന്നും വരാത്തൊരു സംഭവമാണ് പ്ലഗേറിസം എന്ന് വെച്ചാൽ. പ്ലഗേറിസം എന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ ചെയ്യുന്നൊരു വർക്ക് മറ്റൊരാൾ അവരുടേത് എന്ന് എടുത്തു പറയുന്ന ഒരു ക്രൈമാണ് പ്ലഗേറിസം എന്ന് പറയും. IPR എന്ന് വെച്ചാൽ ഇല്ലീഗലായിട്ട് കോപ്പിറൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്രൈമാണ് IPR പ്ലഗേറിസം. നമ്മൾ ചെയ്ത വർക്ക് മറ്റൊരാൾ അയാളുടെ വർക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ വർക്കായിരിക്കും അടിച്ചു മാറ്റിക്കൊണ്ടുപോയി ചിലവരൊക്കെ ചെയ്യാറുണ്ട്. അത്തരം ക്രൈമാണ് പ്ലഗേറിസം എന്ന് പറയുക, പ്ലഗേറിസം എന്ന് പറയും. IPR ഇല്ലീഗൽ കോപ്പിറൈറ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. പ്ലഗേറിസം എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഒരു വർക്ക് മറ്റൊരാൾ എടുത്ത് അടിച്ചു മാറ്റി ചെയ്യുന്ന ഒരു ക്രൈമാണ്. പോണോഗ്രഫി എന്ന് വെച്ചാൽ നമ്മൾ സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച് മറ്റൊരാളെ നമ്മൾ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കുറ്റമാണ്. അപ്പം IPR ക്രൈം ആണോ എന്ന് ചോദിച്ചാൽ IPR ഒരു ക്രൈമാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കാത്തത്. IPR ക്രൈം തന്നെയാണ്. പ്ലഗേറിസം എന്ന് ചോദിച്ചാൽ അത് ക്രൈം ആണോ എന്ന് ചോദിച്ചാൽ അതും ക്രൈം തന്നെയാണ്. ഇറ്റ്സ് ഓൾസോ ക്രൈം. പോണോഗ്രഫി എന്ന് ചോദിച്ചാൽ അത് ക്രൈം ആണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓൾസോ ക്രൈം. ഇത് മൂന്നും ക്രൈമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സൈബർ ക്രൈം എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. സോ ക്വസ്റ്റ്യൻ ആൻസർ IPR നമുക്ക് എടുക്കാം, പ്ലഗേറിസം എടുക്കാം, ആൻഡ് ഇൻ പോണോഗ്രഫിയും എടുക്കാം. ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓൾ ദ എബോ എന്നാണ്. ഈ പറയുന്ന എല്ലാം, ഓൾ ദ എബോ എല്ലാം നമ്മുടെ ക്രൈംസ് ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ദി എബോ. ഓക്കെ, അപ്പം ഇത് മൂന്നും ക്രൈമാണെന്ന് ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഇതൊക്കെ എന്താണെന്നൊന്നും ചോദിക്കില്ല. ഇത് കോപ്പിറൈറ്റിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഇത് നമ്മുടെ വർക്ക് ഒരാൾ അടിച്ചു മാറ്റി അവരെ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്, അവരെ എന്ന് പറഞ്ഞ് അവർ യൂസ് ചെയ്യുന്നതാണ്. പോണോഗ്രഫി നമ്മൾ മോശമായിട്ടുള്ള സന്ദേശങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുന്നതാണ്. മൂന്നും ക്രൈമാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഓപ്ഷനും ക്രൈം ആയതുകൊണ്ട് ആൻസർ ഈസ് ഓൾ ദ എബോ എന്നാണ്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മൂവിങ് വൺ വെബ് പേജ് ടു അനദർ. ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ്സൈറ്റിലോട്ട് പോകുന്നതിന് പറയുന്ന പേര് എന്തെന്നാണ്? ഒന്ന് ഓപ്ഷൻ എ അറ്റാച്ചിങ് എന്നാണ്. രണ്ടാമത്തേത് ബ്രൗസിങ് എന്നാണ്. 3 ഡൗൺലോഡിങ് എന്നാണ്. 4 ചേഞ്ചിങ് എന്നാണ്. നമ്മൾ ഒരു വെബ് പേജിൽ നിന്ന് അടുത്തൊരു വെബ് പേജിലോട്ട് നമ്മൾ പോകുന്നത് ബ്രൗസിങ് വഴിയാണ്. നമ്മൾ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലോട്ട് പോകുന്നതിന് ബ്രൗസിങ് എന്ന് പറയാം. നമ്മൾ ഏതെങ്കിലും ഒരു സാധനം മെയിലോടെയൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് അയക്കുന്നതിന് പറയുന്ന പേരാണ് അറ്റാച്ചിങ് എന്ന് പറയും. നമ്മൾ നെറ്റിൽ നിന്ന് നമ്മുടെ സിസ്റ്റത്തിലോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ റിസീവ് ചെയ്യുന്നതാണ് ഡൗൺലോഡിങ്. ഉള്ള കാര്യത്തിന് നമ്മൾ ഓൾട്ടർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ചേഞ്ചിങ്. അതുപോലെ അപ്ലോഡിങ് വരും. നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് നെറ്റിലോട്ട് ഏതെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ അത് അപ്ലോഡിങ് ആണ്. നമ്മൾ അവിടെ നിന്ന് എടുത്താൽ ഡൗൺലോഡിങ് എന്ന് പറയും. ഇതുപോലെ പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു 3 പ്രോസസ്സും കൂടെ അങ്ങ് പഠിച്ചു വെക്കുക. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമുക്ക് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യന് ചോദിക്കുന്ന നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സാണ് ബൂട്ടിംഗ്. നമ്മൾ പഠിച്ചതാണ്. ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ടു മെമ്മറി എന്ന് ചോദിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ടു മെമ്മറിയാണ് ബൂട്ടിംഗ്. അടുത്തത് ഫോർമാറ്റിംഗ് എന്നാണ്. നമുക്കറിയാം ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ട്രാക്സ് ആൻഡ് സെക്ടർ. ട്രാക്സ് നമ്മൾ മെമ്മറി ഡിവൈസിൽ പഠിച്ചാണ്. ട്രാക്സും സെക്ടേഴ്സും ഉണ്ടാക്കുന്നതാണ് ഫോർമാറ്റിംഗ്. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെമ്മറിയിലോട്ട് ലോഡാകുന്നതാണ് ബൂട്ടിംഗ്. ട്രാക്കും സെക്ടറും ഉണ്ടാക്കുന്നതാണ് ഫോർമാറ്റിംഗ്. അപ്പോൾ നമ്മുടെ മൂവിങ് ഓൺ പേജ് ടു അനദർ എന്ന് ചോദിച്ചാൽ ബ്രൗസിംഗ് എന്ന് എഴുതുക. അപ്ലോഡിംഗ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ സിസ്റ്റത്തിൽ നിന്ന് നെറ്റിലോട്ട്, സിസ്റ്റം ടു ഇൻ്റർനെറ്റ് ആണ് അപ്ലോഡിംഗ്. ഓക്കെ, അപ്പോൾ മാറിപ്പോലെ ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലോട്ട് പോകുന്നത് ബ്രൗസിംഗ് ആണ്. അതുപോലെ നമ്മൾ നെറ്റിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റത്തിലോട്ട് എടുക്കുന്നത് ഡൗൺലോഡിംഗ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെമ്മറിയിലോട്ട് ലോഡാകുന്നത് ബൂട്ടിംഗ് ആണ്. ട്രാക്കുകളും സെക്ടറുകളും ക്രിയേറ്റ് ചെയ്യുന്നത് ഫോർമാറ്റിംഗ് ആണ്. നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് ഇൻ്റർനെറ്റിലോട്ട് ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് നൽകുന്നതാണ് അപ്ലോഡിംഗ് എന്ന് പറയും. ഈ 10 2018 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നന്നായിട്ട് എക്സ്പ്ലനേഷൻസ് പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷൻസ് കൂടി തരാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നന്നായിട്ട് പഠിച്ചു വെക്കുക.